ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 61-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അമേ നാരായണ. ദേവിയുടെ 831-ാം നാമമായി ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് പ്രാണേശ്വരി എന്ന നാമമാണ്. പ്രാണൻ എന്നാൽ പുരാണങ്ങളനുസരിച്ച്, ആയുർവേദമനുസരിച്ച് ജീവശക്തി ആയി നിലനിൽക്കുന്നത് പ്രാണനാണ്. ജീവശ്വാസം എന്ന് പറയാം. നാം ഈ മൂക്കിലൂടെ എടുത്ത് നമ്മുടെ ശ്വാസകോശത്തിലെത്തി അവിടെ നിന്ന് രക്തവുമായി കലർന്ന് ശരീരത്തിൻ്റെ സകല ദിക്കുകളിലേക്കും എത്തുന്ന ആ പ്രാണശക്തിയാണ് ജീവനെ നിലനിർത്തുന്നത്. ഈ പ്രാണവായുവിൻ്റെ സഞ്ചാരമനുസരിച്ച്, അതിൻ്റെ ഗതി വിഗതികൾക്കനുസരിച്ച് അത് പല പേരുകളിൽ അറിയപ്പെടുന്നു. ആയുർവേദ പ്രകാരം നമുക്ക് പഞ്ചപ്രാണനാണുള്ളത്. പ്രാണൻ നാം ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന ആ വായുവായ പ്രാണൻ. ഇനി അടിവയറ്റിൽ സ്ഥിതി ചെയ്യുന്ന അപാനൻ, ഇതാണ് മലമൂത്ര വിസർജനത്തിനെയും നമ്മുടെ റീപ്രൊഡക്ഷനെയും ഒക്കെ സ്വാധീനിക്കുന്നത് അപാന പ്രാണനാണ്. ഇനി ഉദാനനുള്ളത് ഡയഫ്രമും തൊണ്ടയും. ഇവിടെയാണ് ഉദാനൻ യാത്ര ചെയ്യുന്നത്. സമാനൻ വയറ്റിലാണുള്ളത്. വ്യാനൻ ഹൃദയത്തിൽ നിന്ന്, ഹൃദയാന്തർഭാഗത്ത് നിന്ന് ശരീരമാകമാനം യാത്ര ചെയ്യുന്ന ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് വ്യാനൻ. ഈ പഞ്ചപ്രാണൻ്റെയും അധീശ്വരിയായ ദേവി ലളിതാംബിക. ദേവിയാണ് പ്രാണീശ്വരി എന്ന് വിളിക്കുന്നത്. നാമം 832 പ്രാണധാത്രി. ദേവിയാണ് പ്രാണൻ്റെ ഈശ്വരി, പഞ്ചപ്രാണൻ്റെയും അധീശ്വരി എന്ന് പറഞ്ഞു. നമുക്ക് ഈ ജഡശരീരത്തിലേക്ക് പ്രാണൻ നൽകുന്നത് തന്നെ, പ്രാണധാത്രിയായത് തന്നെ ദേവിയാണ്. പ്രാണനില്ലാത്ത മനസ്സും ഇന്ദ്രിയങ്ങളും അത് ചലനമറ്റതാണ്. ആ ജഡശരീരത്തിലേക്ക് പ്രാണനെ നൽകുന്നത് ദേവിയാകുന്നു. 833-ാം നാമം പഞ്ചാശത് പീഠരൂപിണി. ഇവിടെ ശക്തിപീഠങ്ങളെ പറ്റിയാണ് പരാമർശം. ശക്തിപീഠങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളതിന് പല ഗ്രന്ഥങ്ങളിൽ പല ഉത്തരങ്ങളാണുള്ളത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 64 ശക്തിപീഠങ്ങളുണ്ട് എന്ന് പറയുന്നു. സാധാരണയായി 51 ശക്തിപീഠങ്ങളെ പറ്റിയാണ് പറഞ്ഞ് കേൾക്കാറുള്ളത്. ശക്തിപീഠം എന്നൊരു സങ്കല്പം വരുന്നത് സതീദേവിയുടെ മരണശേഷം ആ ജഡശരീരവുമായി ഭഗവാൻ ശിവൻ താണ്ഡവമാടുന്നു. അദ്ദേഹം എങ്ങോട്ടെന്നില്ലാതെ ഈ ശരീരവുമായി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ വേദനയിൽ നിന്ന് മുക്തി നേടാനായി ഭഗവാൻ വിഷ്ണു സതീദേവിയുടെ ശരീരത്തെ സുദർശന ചക്രം കൊണ്ട് ഖണ്ഡിച്ച് ആ ശരീരം 51 ദിക്കുകളിലായി ഭൂമിയിൽ പതിച്ചുവെന്നും ആ ശരീരഭാഗങ്ങളും ആഭരണങ്ങളും മറ്റും പതിച്ച ഇടങ്ങളെല്ലാം ആദിപരാശക്തിയുടെ ശക്തി സ്രോതസ്സുകളായി, ശക്തിയുടെ കേന്ദ്രങ്ങളായി മാറിയെന്നുമാണ് ഒരു സങ്കല്പം. ഇപ്രകാരം ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങൾ പിന്നീട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളായി വളർന്നു വന്നു. ആദിശക്തി പീഠങ്ങളായി പറയുന്നത് ഉൽക്കലപീഠം. ഇവിടെ ദേവി വിമല എന്ന രൂപത്തിലാണ് ഉള്ളത്. താരാതരിണി, ഇവിടെ താരാതരിണി രൂപത്തിലാണ് ആദിപരാശക്തി വാഴുന്നത്. മൂന്നാമതായി കാമഗിരിയിൽ കാമാഖ്യ രൂപത്തിൽ. നാലാമതായി കാളീപീഠത്തിൽ കാളിയുടെ രൂപത്തിൽ. മഹാശക്തിപീഠങ്ങളായി 18 ശക്തിപീഠങ്ങൾ അറിയപ്പെടുന്നു. ശ്രീ ശങ്കരി ദേവി ക്ഷേത്രം ശ്രീലങ്ക, കാമാക്ഷി അമ്മൻ ക്ഷേത്രം തമിഴ്നാട് കാഞ്ചീപുരം, ചാമുണ്ടേശ്വരി ക്ഷേത്രം കർണാടകയിലെ മൈസൂർ, മഹാകാളേശ്വരി ക്ഷേത്രം മധ്യപ്രദേശിലെ ഉജ്ജയിൻ, വിശാലാക്ഷി ക്ഷേത്രം വാരാണസി, ശാരദാപീഠം കാശ്മീർ. ഇങ്ങനെ തുടങ്ങുന്ന 18 മഹാശക്തി പീഠങ്ങളുണ്ട് എന്ന് പറയുന്നു. സ്കന്ദപുരാണ പ്രകാരം ശ്രീ ശങ്കരി പീഠം ശ്രീലങ്ക, ശ്രീ സിംഹികാപീഠം സിംഹള, ശ്രീ വിജയപീഠം വിജയപുര. ഇപ്രകാരം സ്കന്ദപുരാണത്തിൽ
ചില ശക്തിപീഠങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പഞ്ചാശത് പീഠരൂപിണി എന്ന് പറയുന്നത് 50 ശക്തിപീഠങ്ങൾ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ പൊതുവെ 51 ശക്തിപീഠങ്ങളുണ്ട് എന്നാണ് ഒരു പൊതു ധാരണ. ആ ശക്തിപീഠങ്ങളിലെല്ലാം ശക്തിയായി രൂപമെടുത്തിരിക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥം. 834 വിശൃംഖല. ശൃംഖല എന്നാൽ ചങ്ങല, ഒരു തരത്തിലുള്ള ബന്ധനം. ഒരു തരത്തിലുള്ള ബന്ധങ്ങളും നിലനിർത്താത്ത ദേവി ലളിതാംബിക. ദേവിയുടെ ശക്തി തന്നെ സ്വയംഭൂവാണ്. ദേവി തൻ്റെ ശക്തിക്കായി ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ദേവിയാണ് സകലതിനും ശക്തി സ്രോതസ്സായി വർത്തിക്കുന്നത്. ഇപ്രകാരം ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കാത്ത ദേവി ഭക്തനെയും കർമ്മബന്ധങ്ങളിൽ നിന്ന് വിടുവിച്ച് മോക്ഷപ്രാപ്തി സാധ്യമാക്കുന്നു. 835 നാമം വിവിക്തസ്ഥ. വീണ്ടും വിശൃംഖല എന്ന നാമത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒരു നാമമാണ് വിവിക്തസ്ഥ. വേറിട്ട് നിൽക്കുന്നവൾ, ഒന്നിനോടും പറ്റിച്ചേർന്ന് നിൽക്കാതെ എല്ലാറ്റിൽ നിന്നും വിഭിന്നയായി നിൽക്കുന്നവളാണ് വിവിക്തസ്ഥ. 836 നാമം വീരമാത. വീരന്മാർക്ക് അമ്മയായവൾ. ദേവി തന്നെ ഒരു യോദ്ധാവാണ്. യോദ്ധാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്ന യോദ്ധാവായ ദേവി. ഇനി വീരൻ, ഗണേശ്വരനെ, ഗണപതിയെ വീരൻ എന്ന് വിളിക്കാറുണ്ട്. ആ ഗണനായകൻ്റെ അമ്മയായ പാർവതിയായ ദേവി ആദിപരാശക്തി. 837 വിയത് പ്രസു. വിയൻ എന്നാൽ ആകാശമെന്ന അർത്ഥം. ഇവിടെ ആകാശത്തെ മാത്രമല്ല പഞ്ചഭൂതങ്ങളെയും പ്രസവിച്ചവളായ ദേവി ലളിതാംബിക. 838 നാമം മുകുന്ദ. ഭഗവാൻ കൃഷ്ണനെയാണ് മുകുന്ദൻ എന്ന് വിളിക്കാറുള്ളത്. മുക്തിയെ, മോചനം അല്ലെങ്കിൽ മോക്ഷം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് കൃഷ്ണന് മുകുന്ദ എന്നൊരു നാമമുള്ളത്. സർവം സമർപ്പിക്കുന്നവർക്ക് മോക്ഷം നൽകുന്നവൻ, സർവം സമർപ്പിക്കുന്നവർക്ക് മോക്ഷം നൽകുന്നവൾ മുകുന്ദ. അപ്രകാരമാണ് ദേവിക്ക് മുകുന്ദ എന്നൊരു നാമം വരുന്നത്. 839 നാമം മുക്തി നിലയ. ദേവി മോക്ഷം നൽകുന്നു, മുക്തി നൽകുന്നു എന്ന് പറഞ്ഞു. ആ മുക്തിയുടെ തന്നെ കേന്ദ്രമായ, അതിൻ്റെ ആലയമായ ദേവി ലളിതാംബിക. ജനന മരണമെന്ന ഈ വലയത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മുടെ ചിന്തകളിൽ നിന്നും ആകുലതകളിൽ നിന്നുമൊക്കെ മോചനം നൽകി മുക്തിയാകുന്ന, മുക്തിപദം നൽകുന്ന ദേവി. 840 നാമം മൂലവിഗ്രഹരൂപിണി. ആദിപരാശക്തി പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ ഇവിടെ നിലനിൽക്കുന്നു. മഹാമായയായും, ഖണ്ഡകിയായും, ജ്വാലാമാലിനിയായും, ദാക്ഷായണിയായും, വാരാഹിയായും, സാവിത്രിയായും, അങ്ങനെ പല രൂപങ്ങളുണ്ട് ആദിപരാശക്തിക്ക്. അവയുടെ എല്ലാം മൂലവിഗ്രഹ രൂപമായി പറയുന്നത് രാജരാജേശ്വരി ഭാവത്തെയാണ്. ആ രാജരാജേശ്വരിയായി നിലനിൽക്കുന്ന ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ദേവിയെയാണ് മൂലവിഗ്രഹ രൂപിണി എന്ന് വിളിക്കുന്നത്. മൂലവിഗ്രഹം എന്നുള്ളത് കൊണ്ട് ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്നൊരർത്ഥം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ, എല്ലാം ദേവിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്രകാരം സകലത്തിനും മൂലവിഗ്രഹമായ, അടിസ്ഥാനമായ ദേവിയെ മൂലവിഗ്രഹരൂപിണി എന്ന് വിളിക്കാം.